കഴിഞ്ഞ ദിവസം സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ പഠിച്ചു. അപ്പൊ അതില് AM റിസീവർ ആണ് നമ്മൾ പഠിച്ചത്. അപ്പോ നമുക്ക് ഇനി FM റിസീവർ പഠിക്കാനുണ്ട്. FM റിസീവറിനകത്ത് ചില ചേഞ്ചസ് മാത്രമേ വരുത്തുള്ളൂ. അപ്പോ നമുക്കിനി റിസീവറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിക്കാം. നമ്മൾ അതിനകത്ത് ഇപ്പൊ ഒരു റിസീവറിന് വേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ RF ആംപ്ലിഫയർ ഒക്കെ പറഞ്ഞപ്പോ അതിനകത്ത് പറഞ്ഞു റിസീവർ എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിരിക്കണം, അതേപോലെ തന്നെ സെൻസിറ്റീവ് ആയിരിക്കണം, ഇങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് നമ്മുടെ റിസീവറിനുണ്ട്. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സൂപ്പർ ഹെട്രോഡൈൻ റിസീവറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു ആംപ്ലിഫൈ വീക്ക് സിഗ്നൽസ്. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സിഗ്നൽസിനെ വരെ പെട്ടെന്ന് സെൻസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി നമ്മുടെ സൂപ്പർ ഹെട്രോഡൈൻ റിസീവേഴ്സിനുണ്ട്, അല്ലെങ്കിൽ റേഡിയോ റിസീവേഴ്സിനുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. So, in a definition, is the ability to amplify weak signals. So, it is often defined in terms of input voltage that must be applied at the input of receiver to obtain a standard output power. So, sensitivity depends RF and IF amplifier stages. So, this sensitivity in the factor, the receiver in the stages, radio RF amplifier using the IF amplifier. യൂസ് ചെയ്യുന്നുണ്ട്. സെൻസിറ്റിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് RF സ്റ്റേജും മറ്റൊന്ന് IF സ്റ്റേജുമാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേജസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെൻസിറ്റിവിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ സെൻസിറ്റിവിറ്റി sensitivity of a radio receiver depends on the RF and IF amplifier stages. So by increasing the gain of these stages, it is possible to increase the sensitivity. So sensitivity can be increased by increasing the gain of the RF അല്ലെങ്കിൽ IF amplifier stages. അപ്പോൾ അതാണ് സെൻസിറ്റിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് സ്റ്റേജസ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് വരുന്ന രണ്ട് സ്റ്റേജസ് ആണ് RF IF. IF എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ് ആണ് IF ആംപ്ലിഫയർ. RF എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി. ദെൻ സെലക്ടിവിറ്റി നമുക്കറിയാം. RF സ്റ്റേജസ് ഒക്കെ ഹൈലി സെലക്റ്റീവ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ആ ഒരു AM റേഞ്ച് 535 to 1605 കിലോഹെർട്സിൽ വരുന്ന സിഗ്നൽസിനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റിജക്ട് അൺവാണ്ടഡ് സിഗ്നൽസ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു AM റേഞ്ചിലുള്ള സിഗ്നൽസിനെ മാത്രമേ അത് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് മാത്രമേ ആയിരിക്കും ആ RF ആംപ്ലിഫയറിന്റെ ആന്റിന റിസീവ് ചെയ്യുന്നത്. സോ സെലക്ടിവിറ്റി ഡെഫിനിഷൻ അതാണ്, എബിലിറ്റി ടു റിജക്ട് അൺവാണ്ടഡ് സിഗ്നൽസ്. Then selectivity is determined by the frequency response characteristics of IF amplifier. ഇപ്പൊ സെലക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് IF ആണ്. IF ആംപ്ലിഫയർ നേരത്തെ നമ്മൾ RF and IF stages determine sensitivity എന്ന് പറഞ്ഞ പോലെ തന്നെ selectivity is determined by the IF amplifier stage. Then the responses of mixer and RF amplifier stage also play a small significant role. അപ്പൊ IF മാത്രമല്ല, നമ്മൾ ആ മിക്സർ സ്റ്റേജും RF സ്റ്റേജസും will also determine the selectivity. ഇനി നമ്മൾ ഈ സെലക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ Q ഫാക്ടർ ആയിട്ട് ഒരു ഡിപെൻഡൻസി വരുന്ന ടേം ആണ് സെലക്ടിവിറ്റി. അപ്പൊ സെലക്ടിവിറ്റി എന്ന് പറയുന്നത് ഹയർ ദ Q ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ അല്ലെ, ഇത് ബാൻഡ് വിഡ്ത്തുമായിട്ടൊക്കെ ഡിപെൻഡ് ചെയ്ത പാരാമീറ്റർ ആണ് Q ഫാക്ടർ. സോ ആ ഒരു ട്യൂൺഡ് സർക്യൂട്ടിന്റെ Q ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ അത് ഹയർ ആണെങ്കിൽ then selectivity will also be better. So ഒരു better selectivity അച്ചീവ് ചെയ്യണമെങ്കിൽ the Q factor of the tuned circuit, നമുക്കറിയാം ഒരു ഗ്യാങ് ട്യൂണിങ് നമ്മൾ ആ ഒരു റിസീവർ സ്റ്റേജിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കഴിഞ്ഞ അതിന്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഹയർ ദ Q of the tuned circuit used in the IF amplifier, then we can increase അല്ലെങ്കിൽ better the selectivity. അതാണ് സെലക്ടിവിറ്റി. നേരത്തെ നമ്മൾ ഗെയിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ Q ഫാക്ടർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ടിവിറ്റി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും.
അപ്പൊ ഇത് ഡിസൈഡ് ചെയ്യുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് IF ആംപ്ലിഫയർ ആണ്. ഓൾസോ മിക്സർ ആൻഡ് RF ആംപ്ലിഫയർ വിൽ പ്ലേ സിഗ്നിഫിക്കന്റ് റോൾ. ദെൻ അതുപോലെ ഫിഡിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് എ റിസീവർ ടു റീപ്രൊഡ്യൂസ് ഓൾ ദ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് ഈക്വലി. അപ്പോ അത് നമ്മുടെ ആ ഒരു റീമോഡുലേഷൻ സ്റ്റേജുമായിട്ട് റിലേറ്റഡ് ആണ്. It is ability of the receiver to reproduce all the modulating frequencies equally. So അതിനെയാണ് fidelity എന്ന് പറയുന്നത്. Then it depends upon the frequency of the audio frequency amplifier. So ഈ മൂന്ന് ടേംസ് ആണ് മെയിൻ ആയിട്ടും നമ്മുടെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത്: സെൻസിറ്റിവിറ്റി, സെലക്ടിവിറ്റി ആൻഡ് ഫിഡിലിറ്റി. Then ഓൾസോ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. Image frequency means it is a frequency other than the required selected RF frequency entering the receiver. So നമ്മളിവിടെ RF സ്റ്റേജ് കണ്ടു അല്ലെ. അപ്പൊ RFന്റെ ഇൻപുട്ടിലേക്ക് വരുന്നത് നമ്മുടെ RF സ്റ്റേജ് ഉണ്ട്. RF സ്റ്റേജിലോട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ AM വേവ് ആണ് അല്ലെ. 535 to 1605 കിലോഹെർട്സിലുള്ള AM വേവ് ആണ്. അപ്പോ ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി റാദർ ദാൻ ദ റിക്വയർഡ് സെലക്ടഡ് RF ഫ്രീക്വൻസി entering into the receiver and meets with the local oscillator to produce the same IF frequency. അപ്പൊ നമ്മൾ റിസീവ് ചെയ്യുന്ന ആ ഒരു AM വേവിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ ആണ് ഈ ഇമേജ് ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമേജ് പോലെ വരുന്ന ഒരു സിഗ്നൽ. അപ്പൊ അത് ശരിക്കും ഒരു ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇമേജ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ വന്നാലും നമുക്ക് ആ സെയിം IF ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ അവിടെ ജനറേറ്റ് ആവും. അപ്പോൾ ആ സെയിം ഇമേജ് വരുന്ന ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ ഇമേജ് ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത്. സോ വെൻ ദിസ് ഇമേജ് ഫ്രീക്വൻസി എന്റേഴ്സ് ഇൻ ടു ദ IF ആംപ്ലിഫയർ ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ആൻഡ് കോസ് ഇന്റർഫറൻസ് ഇൻ ദ റിസീവർ. അപ്പൊ അങ്ങനെ നമ്മൾ റിസീവ് ചെയ്യുന്ന RF സ്റ്റേജ് റിസീവ് ചെയ്യുന്ന ആ ഒരു ഇമേജ് ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മുടെ IF സ്റ്റേജിലോട്ടും പോയി കഴിഞ്ഞാൽ IF സ്റ്റേജ് കഴിയുമ്പോഴാണ് ഡീമോഡുലേഷൻ നടക്കുന്നത്. അപ്പൊ ആ ഡീമോഡുലേറ്റ് ചെയ്ത് നമുക്ക് ആ മെസ്സേജ് സിഗ്നലിനെ റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇമേജ് ഫ്രീക്വൻസി എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കണം. സോ ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി അതർ ദാൻ ദ റിക്വയർഡ് സെലക്ടഡ് RF ഫ്രീക്വൻസി entering into the receiver and makes the local oscillator frequency to produce the same IF ഫ്രീക്വൻസി. അല്ലെങ്കിൽ ആ ഒരു 455 കിലോഹെർട്സിലുള്ള ഒരു AM വേവ് ആയിട്ട് തന്നെ അവിടെ ജനറേറ്റ് ചെയ്യും. പക്ഷെ ആ ഒരു ഇമേജ് ഫ്രീക്വൻസി നമ്മുടെ IF ആംപ്ലിഫയറിൽ നിന്നും നമുക്ക് അതിനകത്തുനിന്ന് അതിനെ ഡിമോഡുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, അവിടെ ഇന്റർഫറൻസ് ഉണ്ടാവും. സോ അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇമേജ് ഫ്രീക്വൻസി അതിന്റെ കൂടെ വരുന്ന നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ടേം ആണ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ റേഷ്യോ. അപ്പോ അതേപോലെ തന്നെ ഇമേജ് ഫ്രീക്വൻസിക്ക് ഒരു റിലേഷൻ കൂടി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻസ് എല്ലാം ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് പഠിക്കുക. സോ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ റേഷ്യോ IFRR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് പ്രീ സെലക്ടർ അല്ലെങ്കിൽ ബാൻഡ് പാസ് ഫിൽട്ടർ ടു റിജക്ട് ദ ഇമേജ് ഫ്രീക്വൻസി. അപ്പൊ ആ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്, സോ ആ ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇമേജ് ഫ്രീക്വൻസിയെ എത്രമാത്രം നമുക്ക് റിജക്ട് ചെയ്യാം, അതൊരു പ്രീ സെലക്റ്റീവ് പാരാമീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജ് ഫ്രീക്വൻസി എത്രമാത്രം റിജക്ട് ചെയ്യാമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് റേഷ്യോ അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ റേഷ്യോ. സോ അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ദിസ് റേഷ്യോ ഓഫ് ഗെയിൻ അറ്റ് സിഗ്നൽ ഫ്രീക്വൻസി ടു ദ ഗെയിൻ അറ്റ് ഇമേജ് ഫ്രീക്വൻസി, അതിന്റെ റേഷ്യോ എടുത്താൽ മതി. സിഗ്നൽ ഫ്രീക്വൻസി ഗെയിനും ഇമേജ് ഫ്രീക്വൻസി ഗെയിനും തമ്മിലുള്ള റേഷ്യോ ആണ്, അതാണ് IFRR. So the image rejection ratio of a superheterodyne receiver is also defined as, നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ക്യൂ സ്ക്വയർ റോ സ്ക്വയർ. അവിടെ റോ എന്താണെന്ന് ഇവിടെ ഡിറ്റർമിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. FSI അതായത് സിഗ്നൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇമേജ് ഫ്രീക്വൻസി ബൈ FSI എന്ന് പറയുന്ന ഇമേജ് ഫ്രീക്വൻസി ആണ്, FS എന്ന് പറയുന്നത് സിഗ്നൽ ഫ്രീക്വൻസി ആണ്, മൈനസ് FS ബൈ FSI. അപ്പൊ നമുക്ക് റോ എന്ന് പറയുന്ന പാരാമീറ്റർ കിട്ടും. ക്യൂ എന്ന് പറയുന്നത് ക്വാളിറ്റി ഫാക്ടർ ആണ്. അപ്പൊ റോയും ക്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. ആൽഫയെ നമ്മൾ ഇമേജ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയും. IFRR വേറെ, ഇവിടെ നമ്മൾ ഇമേജ് റിജക്ഷൻ റേഷ്യോ ആൽഫ
അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, √1 + Q²ρ². അതേപോലെ നമ്മൾ ഇമേജ് ഫ്രീക്വൻസി FSI ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. FS പ്ലസ്, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം വരുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇമേജ് ഫ്രീക്വൻസി FS + 2IF. അപ്പൊ ഈ നമുക്ക് IF നമുക്ക് 455 ആയിരിക്കും യൂഷ്വലി AM-ന്റെ കേസിൽ വരുന്നത്. ഈ ഫോർമുല വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഈ പ്രോബ്ലവും ആൽഫ വെച്ചിട്ടുള്ളതും വേണമെങ്കിൽ ചോദിക്കാം. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, FSI ഡിറ്റർമിൻ ചെയ്യാം. FSI, FS-ഉം IF-ഉം ഒക്കെ തന്നിട്ട് FSI കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് മനസ്സിലാക്കണം. ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ റേഷ്യോയെ ഇവിടെ നമ്മൾ ഇമേജ് റിജക്ഷൻ റേഷ്യോയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് Q ക്വാളിറ്റി ഫാക്ടറും റോ എന്ന് പറയുന്നത് ആ ഇമേജ് ഫ്രീക്വൻസി ബൈ സിഗ്നൽ ഫ്രീക്വൻസി. FS സിഗ്നൽ ഫ്രീക്വൻസി ആണ് കേട്ടോ. FS എന്ന് പറയുന്നത് സിഗ്നൽ ഫ്രീക്വൻസി. അപ്പോ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം, FSI ബൈ FS മൈനസ് FS ബൈ FSI. അതേപോലെ നമ്മൾ ഇമേജ് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യാനൊക്കെ ചില ക്വസ്റ്റ്യൻ വരും. അപ്പൊ സിഗ്നൽ ഫ്രീക്വൻസി തന്നിട്ട് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരാം, അല്ലെങ്കിൽ AM ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള 455 kHz കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ടൈംസ് എടുത്ത് FS ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ആ ഫോർമുലയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒന്ന് പഠിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ പ്രോബ്ലത്തിന്റെ ഒരു ലെവൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ആൽഫ വെച്ചിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്കിനി അടുത്ത റിസീവറിലേക്ക് പോവാം. FM റിസീവർ ആണ്. നമ്മൾ AM റിസീവർ പഠിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് FM-ന്റെ ഒരു റേഞ്ച് നമ്മൾ പറയുന്നുണ്ട്. FM-ന്റെ റേഞ്ച് എന്ന് പറയുന്നത് 88 മുതൽ 108 MHz വരെയാണ് ആ ഒരു FM-ന്റെ റേഞ്ച് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏതൊക്കെ സ്റ്റേജസ് വരുമെന്ന് നോക്കാം. ഒരു റിസീവിംഗ് ആന്റിന, അവിടെ ഒരു RF ആംപ്ലിഫയർ ഉണ്ട്, മിക്സർ ഉണ്ട്, ലോക്കൽ ഓസിലേറ്റർ ഉണ്ട്, ഇത് നമുക്ക് പിന്നെ IF ആംപ്ലിഫയർ ഉണ്ട്. മിക്സറിന്റെ ഔട്ട്പുട്ട് കണ്ടു 10.7 MHz ആണ്. അതിന്റെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ 10.7 MHz ആണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ 455 kHz പറഞ്ഞതുപോലെ ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി 10.7 ആണ്. ദെൻ നമ്മളിവിടെ ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് അല്ലെ, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേറ്റേഴ്സ്, ഡിമോഡുലേഷൻ ടെക്നിക്സ്, DMFSS യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. റിസീവറിനകത്ത് പ്രീ എംഫസിസ് നമ്മൾ ട്രാൻസ്മിറ്റർ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ DMFSS ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു AGC, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പൊ ലിമിറ്റർ സർക്യൂട്ട് മനസ്സിലാക്കണം. ലിമിറ്റിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു, ഏതൊക്കെ ഡീമോഡുലേറ്റേഴ്സിനകത്താണ് ലിമിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്, ഉപയോഗിക്കാത്തത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന യൂണിറ്റുകളാണ് ലിമിറ്റർ, DMFSS സർക്യൂട്ട്, ദെൻ അതേപോലെ തന്നെ നമ്മുടെ AGC, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ എന്ന് പറയും, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ. അപ്പൊ അത്രയും കാര്യങ്ങൾ വരുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് FM റിസീവറിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ AM-ആയിട്ടൊന്നും കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ AM-നകത്ത് നമ്മൾ ഈ ലിമിറ്റർ സർക്യൂട്ട് ഇല്ല, അതേപോലെ DMFSS സർക്യൂട്ട് ഇല്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഡിഫറൻസ് നമുക്ക് AM-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ അതിന്റെ ഒരു ഓരോ സ്റ്റേജിന്റെയും ഫംഗ്ഷൻ ആണ്. Signal received is amplified by using RF amplifier, AM പോലെ തന്നെ. Then it is applied to a mixer in which the second signal comes from the local oscillator. അപ്പം നമുക്ക് അറിയാം മിക്സറിന് രണ്ട് സമ്മും ഡിഫറൻസ് ഫ്രീക്വൻസീസ് രണ്ടെണ്ണമാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് 10.7 MHz ആണ്. And this signal is again amplified by using an IF amplifier. IF amplifier യൂസ് ചെയ്ത് വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു. Then ഒരു ലിമിറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലിമിറ്റർ സർക്യൂട്ട് ഒരു ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുക. ഇതിനാണ് അത് പഠിക്കുക. കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലിമിറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബൈ റിമൂവിംഗ് ദ നോയ്സ് ഫ്രം ദ സിഗ്നൽ ഇറ്റ് ഈസ് റിസീവ്ഡ്. സോ അപ്പൊ അങ്ങനെ മെയിൻ ആയിട്ട് വരുന്ന സ്റ്റേജസ് പറഞ്ഞു RF,
മിക്സർ നമുക്കറിയാം സം ഡിഫറൻസ് ഫ്രീക്വൻസീസ് ജനറേറ്റ് ചെയ്യും. അതിനകത്തുനിന്ന് ഒരു 10.7 മെഗാഹെർട്സിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എഫ് എം സിഗ്നൽ ആണ് അവിടെ ജനറേറ്റ് ആവുന്നത്. അതിനകത്തുനിന്ന് നമ്മൾ പിന്നെ ലിമിറ്റേഴ്സ് ഉപയോഗിക്കും, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് നോയിസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് കാരണമായിരിക്കും മെയിനായിട്ട് നോയിസസ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്. അത് റിമൂവ് ചെയ്യാൻ ലിമിറ്റേഴ്സ് ഉപയോഗിക്കും. ദെൻ ഡിസ്ക്രിമിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിമോഡുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ്. സോ FM discriminator, the output of emitter is then applied to the FM discriminator which recovers the modulating signal. അതാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് FM discriminators അല്ലെങ്കിൽ ഡിമോഡുലേറ്റേഴ്സ് ആണ്. ദെൻ അതിനുശേഷം നമ്മൾ ഈ ഒരു ഓഡിയോ ആംപ്ലിഫയർ അതുപോലെ തന്നെ ഡി എംഫസിസ് ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അവിടെ നിന്നായിരിക്കും ആ ഒറിജിനൽ ആയിട്ടുള്ള ഓഡിയോ സിഗ്നലിനെ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നത്. ദെൻ അവിടെ പവർ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ സ്പീക്കേഴ്സ് അതായിരിക്കും ഔട്ട്പുട്ട് സ്റ്റേജിൽ വരുന്നത്. അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അഡീഷണലി വരുന്ന സ്റ്റേജസ് മനസ്സിലാക്കണം. ലിമിറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, DMSS ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ചേരുമ്പോഴാണ് ഒറിജിനൽ സിഗ്നലിനെ നമുക്ക് റിക്കവർ ചെയ്ത് ഇതിനകത്ത് നൽകുന്നത്. അപ്പോ AM FM റിസീവേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഓർത്ത് വെച്ചേക്കുന്നത് ലിമിറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആംപ്ലിറ്റ്യൂഡ്സിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് നമ്മൾ നോയ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. ദെൻ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഓഡിയോ സ്റ്റേജസ്, സ്പീക്കേഴ്സ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ കഴിഞ്ഞ തവണ പോളി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു 1 megahertz sinusoidal carrier is amplitude modulated by a symmetrical square wave of period 100 microseconds. Which of the following frequencies will not be present in the modulating signal? ഇത് ഒരുപാട് തവണ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഏതൊക്കെ ഫ്രീക്വൻസീസ് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിനകത്ത് കാണത്തില്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഏതൊക്കെ പ്രസന്റ് ആയിരിക്കും എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നേക്കുന്ന പാരാമീറ്റേഴ്സ്, ഒന്ന് ഒരു കരിയർ സിഗ്നൽ തന്നിട്ടുണ്ട്, 1 megahertz സിനുസോയ്ഡൽ കരിയർ, അത് 1 megahertz ആണ്. Then it is amplitude modulated by a symmetrical square wave. അപ്പൊ അവിടെ T തന്നിട്ടുണ്ട് 100 മൈക്രോ സെക്കൻഡ് ആണ്. ഇവിടെ T തന്നു കഴിഞ്ഞാൽ നമുക്ക് FM കണ്ടുപിടിക്കാം അല്ലെ. 1/T ആണ് നമ്മുടെ FM. കാരണം നമ്മൾ ആ ഒരു കരിയർ സിഗ്നലിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ വേവ് വെച്ചിട്ടാണ്. അപ്പൊ മെസ്സേജ് സിഗ്നൽ അവിടെ തന്നിട്ടുണ്ട് സ്ക്വയർ വേവ് ആണ്. അപ്പൊ അതിന്റെ ടൈം പീരീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 1/100 മൈക്രോ സെക്കൻഡ് ചെയ്താൽ മതി. മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻6 ആണ്. അപ്പൊ ഇത് എന്ത് വരും? 10⁻⁻4 വരും. 10⁻+4 വരും. അത്രയും ഹെഡ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 10 കിലോ ഹെഡ്സ് ആയിരിക്കും നമുക്കിവിടെ FM കിട്ടുന്നത്. ഇനി ശരിക്കും ഇവിടെ ഒരു സിമെട്രിക്കൽ സ്ക്വയർ വേവ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആ ഒരു ഫൊറിയർ സീരീസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ഒക്കെ എഴുതുമ്പോൾ ആ സ്ക്വയർ വേവിനകത്ത് അല്ലെങ്കിൽ സ്ക്വയർ വേവ് contains odd fundamentals. അതിന്റെ ഒരു ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എഴുതി നോക്കിയാൽ മതി. അതിനകത്ത് ഓഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കമ്പോണൻസ് ആയിരിക്കും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഹാർമോണിക്സ് ആർ പ്രസന്റ്. അതിന്റെ ഫൊറിയർ സീരീസ് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് ആർ പ്രസന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായത് നമുക്ക് പറയാം അതിനകത്ത് FM ഉണ്ടാവും, 3 FM ഉണ്ടാവും, ഓഡ് ഹാർമോണിക്സ് ആണ്. 1 FM, 3 FM, 5 FM, 7 FM, etc. ഈ കമ്പോണൻസ് ആയിരിക്കും FM-ന്റെ ആ ഒരു സ്ക്വയർ വേവിനകത്ത് ഉണ്ടാവുന്നത്, ഓഡ് ഹാർമോണിക് കമ്പോണൻസ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിനകത്ത്
ഏതൊക്കെ കമ്പോണൻസും കാണത്തില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എയിം മോഡുലേഷൻ ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് കരിയർ കാണും, പിന്നെ സൈഡ് ബാൻഡ്സ് കാണും. അപ്പൊ നമുക്ക് ആ കരിയർ കമ്പോണന്റ് ആദ്യം എഴുതാം. അപ്പൊ ആദ്യം എന്ത് കാണും? കരിയർ കമ്പോണന്റ് കാണും. പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ, ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ. കരിയർ കമ്പോണന്റ് FC കാണും. ദെൻ അതേപോലെ തന്നെ നമുക്ക് സൈഡ് ബാൻഡ് കമ്പോണൻസ്. സൈഡ് ബാൻഡ് കമ്പോണൻസ് നമുക്കറിയാം അല്ലെ, FC പ്ലസ് FM, FC മൈനസ് FM, FC ആണ്. ഇവിടെ ഒരുപാട് ഹാർമോണിക്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡ് ബാൻഡ്സ് അല്ല, ഒരുപാട് സൈഡ് ബാൻഡ്സ് കാണും. അപ്പൊ നമുക്ക് അതിന് ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാം: FC പ്ലസ് FM, FC 2FM, FC മൈനസ് FM, FC മൈനസ് 2FM. അപ്പൊ ജനറൽ ആയിട്ട് FC പ്ലസ് ഓർ മൈനസ് NFM എന്ന് എഴുതാം. അപ്പൊ ഇത്രയും കമ്പോണൻസ് ഇതിനകത്ത് കാണും. അപ്പൊ നമുക്ക് ഈ കമ്പോണൻസ് എല്ലാം കണ്ടുപിടിക്കണം. അത് വെച്ചിട്ടാണ് ഏതൊക്കെ ഫ്രീക്വൻസീസ് കാണത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം N is equal to 1 കൊടുക്കുവാണ്. അപ്പൊ കരിയർ കമ്പോണന്റ് എന്തായാലും കാണും. കരിയർ കമ്പോണന്റ് FC ആണല്ലോ. എഫ്സിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 മെഗാഹെർട്സ്. ഈ 1 മെഗാഹെർട്സ് എന്ന് പറഞ്ഞാൽ 10�6 ഹെർട്സ് ആണ്. 10�6 ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കിലോ ഹെർട്സിലോട്ട് മാറ്റുവാണെങ്കിൽ 1000 into 1000, അതായത് 1000 കിലോ ഹെർട്സ് ആയിരിക്കും. 1000 കിലോ ഹെർട്സ്. ഇനി സൈഡ് ബാൻഡ് കമ്പോണൻസ് ഏതൊക്കെയാണ്? FC പ്ലസ് ഓർ മൈനസ് FM. അപ്പൊ ഞാൻ ഇവിടെ സൈഡ് ബാൻഡ് കമ്പോണൻസ് കണ്ടുപിടിക്കാൻ N-ന് 1 കൊടുക്കുവാണ്. അപ്പൊ എനിക്ക് വരുന്നത് FC പ്ലസ് ഓർ മൈനസ് FM. ദാറ്റ് ഈസ് ഈക്വൽ ടു FC എന്ന് പറയുന്നത് 1000 കിലോ ഹെർട്സ് ആണ്. അതിന്റെ കൂടെ പ്ലസ് ഓർ മൈനസ് FM. FM എത്ര? FM നമ്മൾ കണ്ടുപിടിച്ചു 10 കിലോ ഹെർട്സ് ആണ്. അത്രയും കമ്പോണൻസ് വരാം. അതായത് ഏതൊക്കെ കമ്പോണൻസ് വരും? 1000 10 കൂട്ടിക്കഴിഞ്ഞാൽ 1010 കിലോ ഹെർട്സ്, 1000 മൈനസ് 10 എന്ന് പറയുമ്പോൾ 990 കിലോ ഹെർട്സ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് ഒക്കെ ആയി. അടുത്തത് 2 കണ്ടുപിടിക്കുക. 2 3 ഡിറ്റർമിൻ ചെയ്യുക. 2 അല്ലല്ലോ, 4 ഹാർമോണിക്സ് ആണ്. അപ്പൊ അടുത്ത N 3 ആണ്. 3 കൊടുക്കുമ്പോൾ 3FM വരും. എല്ലാം ഇതിനകത്താണ്, NFM-നകത്താണ് കൊടുക്കുന്നത്. സോ നമുക്ക് 1000 കിലോ ഹെർട്സിന്റെ കൂടെ 3 ടൈംസ് FM എന്ന് പറയുമ്പോൾ 30 കിലോ ഹെർട്സ് ആണ്. അപ്പോൾ 1000 കൂടെ 30 കൂട്ടുക, 1000 കൂടെ 30 കുറയ്ക്കുക. അപ്പൊ നമുക്ക് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് 1030 കിലോ ഹെർട്സ് വരും. പിന്നെ ഒരു 970 വരും. കുറയ്ക്കുമ്പോൾ ഒരു 970 കിലോ ഹെർട്സ് കൂടെ വരും. ദെൻ അടുത്തത് N is equal to 5 കൊടുക്കുവാണ്. അപ്പൊ എനിക്ക് വരുന്നത് FC പ്ലസ് ഓർ മൈനസ് 5FM വരും. അപ്പൊ അവിടെ വരുന്നത് 1000-ന്റെ കൂടെ പ്ലസ് ഓർ മൈനസ് 50 കിലോ ഹെർട്സ്. അപ്പൊ എനിക്ക് വരുന്ന കമ്പോണന്റ് 1050 വരും. പിന്നെ 950 വരും. അടുത്ത ഓഡ് ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ N 7 ആണ്. FC പ്ലസ് ഓർ മൈനസ് 7FM വരും. അപ്പൊ എനിക്ക് വരുന്ന കമ്പോണൻസ് 1000 കിലോ ഹെർട്സിന്റെ കൂടെ 70. അപ്പൊ നമുക്ക് വരുന്ന കമ്പോണൻസ് 1070 വരും, 930 വരും. അപ്പൊ ഇത്രയും കമ്പോണൻസ്. ഇനി അതുപോലെ 7 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ ഇത്രയും കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പൊ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യനകത്തുനിന്ന് ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. തന്നേക്കുന്നത് 990 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 990 ഏതൊക്കെ ഇല്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 990 ഇവിടെ ഉണ്ട്. അപ്പൊ അതെടുക്കാൻ പറ്റത്തില്ല. അതിനടുത്തത് 1010 ആണ്. 1010 ഉണ്ട്. അടുത്തത് 1020 1030. 1020 കാണുന്നില്ല, പക്ഷെ 1030 ഉണ്ട്. അപ്പൊ എനിക്ക് ഇല്ലാത്ത കമ്പോണന്റ് ആണ് തന്നേക്കുന്നതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഓപ്ഷൻ സി ആണ്. 1020 കിലോ ഹെർട്സ് ഇസ് നോട്ട് പ്രസന്റ്. അല്ലെ, 1020 കിലോ ഹെർട്സ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദ ഔട്ട്പുട്ട്.
അപ്പൊ ഇതിനകത്ത് ഏത് ഫ്രീക്വൻസീസ് വേണമെങ്കിലും ചോദിക്കാം. അതിപ്പോ ഓഡ് ഹാർമോണിക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈസ് നോട്ട് പ്രസന്റ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1020 എല്ലാ ഫ്രീക്വൻസീസ് നോക്കണം. ഇത് എഫ് സി നോക്കണം, എഫ് സി പ്ലസ് ഓർ മൈനസ് എഫ് എം, എഫ് സി പ്ലസ് ഓർ മൈനസ് 3FM, 5FM ആൻഡ് 7FM. ഇത് ഓരോന്നും നോക്കിയിട്ട് വേണം അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതാൻ. അപ്പൊ നോട്ട് പ്രസന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1020 കിലോഹെർട്സ്. നെക്സ്റ്റ് ഒരു എഫ് എം സിഗ്നൽ, അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്, MF ആണ്. ഇസ് പാസ്ഡ് ത്രൂ എ ട്രിപ്ലർ. ഒരു ട്രിപ്ലറിലൂടെ പാസ് ചെയ്യുമ്പോൾ the wave in the output of the tripler will have a maximum of a modulation index of. അപ്പൊ അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് എത്ര ആണെന്നാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സിന് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മോഡുലേഷൻ ഇൻഡെക്സിന് എന്ത് ചേഞ്ച് ആയിരിക്കും വരുന്നത്? അപ്പൊ ഇവിടെ നമുക്കറിയാം ഒരു എഫ് എം സിഗ്നല് ഇതിന്റെ മോഡുലേഷൻ is passed through a frequency tripler. അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് നിന്ന് സംഭവിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ട്രിപ്ലർ ആണ്. അപ്പോ ട്രിപ്ലർ ആവുമ്പോ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിന് ഇക്വേഷൻ ഉണ്ട്. MF is equal to delta F by F. So when MF is passed through a frequency tripler, the output of the tripler will have a modulation index of. അപ്പൊ അത് ശരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3MF ആണ്. 3 ടൈംസ് മോഡുലേഷൻ ഇൻഡെക്സ് ആണ് ചെയ്യുന്നത്. മോഡുലേഷൻ ഇൻഡെക്സിന് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിക്കാണ് ചേഞ്ച് ഒന്നും വരാത്തത്. പക്ഷെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് ട്രിപ്ലർ ആയിട്ട് 3 ടൈംസ് ആവും. 3MF ആണ് ആൻസർ. നെക്സ്റ്റ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് മാക്സിമം ബാൻഡ്വിഡ്ത്ത് അലൗഡ് ഫോർ കൊമേഴ്ഷ്യൽ FM ബ്രോഡ്കാസ്റ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് ബാൻഡ്വിഡ്ത്തിന്റെ കാര്യം നമ്മളത് കണ്ടുപിടിച്ചില്ല ഐഡിയലി. അപ്പോ ഇവിടെ നമുക്കറിയാം ഡെൽറ്റ എഫ് കൊമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗിന് ഡെൽറ്റ എഫിന്റെ വാല്യൂ 75 കിലോഹെർട്സ് ആണ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. ദെൻ FM എന്ന് പറയുന്നത് 15 കിലോഹെർട്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് M എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ FM ആണ്. ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് 75, ഇത് 15 ആയതുകൊണ്ട് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 75 by 15 is equal to 5 എന്ന് കിട്ടും. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് 5 ആണ്. അപ്പൊ എനിക്ക് ബാൻഡ്വിഡ്ത്ത് 2 into delta F plus FM ആണ്. അപ്പൊ 2 into delta F എത്രയാണ്? 75 ആണ്. FM എത്രയാണ്? 15 ആണ്. അപ്പൊ ഇത് 180 കിലോഹെർട്സ് എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 200 കിലോഹെർട്സ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ ബാൻഡ്വിഡ്ത്ത് 200 ആണ്. അതേപോലെ തന്നെ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ 75 ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് മാക്സിമം ബാൻഡ്വിഡ്ത്ത് അലൗഡ് ഫോർ കൊമേഴ്ഷ്യൽ FM ബ്രോഡ്കാസ്റ്റ്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വരണം. 75 അതുപോലെ തന്നെ 15 വാല്യൂ, മോഡുലേഷൻ ഇൻഡെക്സ് 5 വരും. ബാൻഡ്വിഡ്ത്ത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ 2 into delta F plus FM അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 180 ആണ് വാല്യൂ. പക്ഷെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തതിന്റെ ഒരു വാല്യൂ ആയിട്ട് പഠിക്കുന്നത് 200 ആണ്. 200 കിലോഹെർട്സും 75 കിലോഹെർട്സും ഈ രണ്ട് വാല്യൂസ് ആണ് ഇതിന്റെ മാക്സിമം വാല്യൂ ആയിട്ട് ചോദിച്ചേക്കുന്നത്. Then what is the range of modulating frequency for narrowband FM? Narrowband FM ന്റെ ഫ്രീക്വൻസിയുടെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 30 Hz to 3 kHz വരെയാണ് നാരോബാൻഡ് FM.
റേഞ്ച് പറഞ്ഞിരിക്കുന്നത് 30 ഹെഡ്സ് ടു 3 കിലോ ഹെഡ്സ് ആണ്. അതേസമയം നമ്മുടെ വൈഡ് ബാൻഡ് എഫ് എമ്മിന്റെ ആണെങ്കിൽ അതിന്റെ റേഞ്ച് പറയുന്നത് 30 ഹെഡ്സ് മുതൽ 15 കിലോ ഹെഡ്സ് വരെയാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ്, റേഞ്ച് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി നാരോ ബാൻഡ് എഫ് എം ഇത് 30 ഹെഡ്സ് മുതൽ 3 കിലോ ഹെഡ്സ് വരെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ.